ഏതൊരു ഭക്ഷണവും സ്നേഹത്തോടെ മനസ്സറിഞ്ഞ് വെച്ച് വിളമ്പുമ്പോൾ അതിനൊരു രുചി കൂടുതലാണല്ലേ. അതുപോലൊരു ബിരിയാണി കഥയാണിന്ന്. ഞങ്ങൾ ഒമാനിൽ അനുവേട്ടൻ്റെ ഫ്രണ്ട് വിഷ്ണുവും വൈഫ് ആർദ്രയും ഞങ്ങളും ഒരുമിച്ചാണ് സ്റ്റേ. ഞങ്ങൾ 2 ഫാമിലിയും കൂടി മറ്റൊരു ഫ്രണ്ടായ റോഷിത്തേട്ടനും ജസ്ന ചേച്ചിൻ്റെ വീട്ടിലേക്ക് പോയി. റോഷിത്തേട്ടൻ, ജസ്ന ചേച്ചി, അനുവേട്ടൻ ഇവർ 3 പേരും ഡിഗ്രി തൊട്ട് ഒരുമിച്ച് പഠിച്ചതാണ് കേട്ടോ. ഒരുമിച്ച് പഠിച്ചു, ഇപ്പോൾ ഒരേ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. അതൊരു ഭാഗ്യമാണല്ലേ. അങ്ങനെ ഞങ്ങൾ 3 ഫാമിലിയും കൂടെ റോഷിത്തേട്ടൻ്റെ വീട്ടിൽ കൂടിയപ്പോൾ ഒരുമിച്ച് ഒത്തുപിടിച്ചൊരു ബിരിയാണി വെച്ചു. ഞങ്ങൾ തേഴ്സ്ഡേ നൈറ്റാണ് അവിടെ എത്തിയത്. നൈറ്റിൽ ജസ്റ്റ് ചേച്ചി നല്ല അടിപൊളി അപ്പവും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി തന്നിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ഉച്ചക്കത്തേക്കാണ് നമ്മൾ ബിരിയാണി പ്ലാൻ ചെയ്തത്. വലിയ ആർഭാടങ്ങളൊന്നുമില്ലാതെ സിമ്പിളായിട്ട് ജസ്റ്റ് ചേച്ചിൻ്റെ സ്പെഷ്യൽ ഹോം മെയ്ഡ് ഗരം മസാലയൊക്കെ ഇട്ടിട്ട് അടിപൊളി ഒരു ബിരിയാണി ഉണ്ടാക്കി. ഞങ്ങൾ സ്ത്രീജനങ്ങളെല്ലാവരും കൂടി ബിരിയാണി റൈസും മസാലയും ഒക്കെ സെറ്റാക്കിയപ്പോൾ ദമ്മിടാൻ നമ്മുടെ പുരുഷ കേസരികളാണ് കേട്ടോ വന്നത്. ക്വാണ്ടിറ്റി ഇത്തിരി കൂടുതലായിട്ട് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ദമ്മിടൽ അവരെ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചു. അവരത് നല്ല നീറ്റായിട്ട് ചെയ്തു തന്നു. ഒരുമിച്ചൊരു ഭക്ഷണം വയ്ക്കുമ്പോൾ ആ ഉണ്ടാക്കുന്ന കഷ്ടപ്പാടൊന്നും നമ്മൾ അറിയില്ല അല്ലേ. ആ ഒരു ഫ്ലോയിൽ അതങ്ങോട്ട് പോകും. കുറേ കഥകളും വിശേഷങ്ങളും ചിരികളും ഒക്കെ ആയിട്ട് ആ ബിരിയാണിയെ കൂടുതൽ രുചികരമാക്കിയത് ഇതുപോലെ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഥകൾ പറഞ്ഞ് സ്നേഹത്തോടെ വിളമ്പി പരസ്പരം ഷെയർ ചെയ്ത് ഒരുമിച്ചിരുന്ന് കഴിച്ചപ്പോഴാണ്. ഈ കുട്ടിപ്പട്ടാളങ്ങളും അതിൻ്റെ കൂടെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ.